ഓം ശാന്തി 22/3/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, എത്ര സമയം ലഭിക്കുന്നുവോ അന്തർമുഖിയായി ഇരിക്കുവാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ബാഹിർമുഖതയിലേക്ക് വരരുത്, എങ്കിലേ പാപം നശിക്കൂ. ചോദ്യം: ബാബ ഓരോ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഉയരുന്ന കലയുടെ പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: 1. കുട്ടികളെ, ഉയരുന്ന കലയിലേക്ക് പോകണമെങ്കിൽ ബുദ്ധിയോഗം ഒരു ബാബയുമായി യോജിപ്പിക്കൂ. ഇന്നയാൾ ഇങ്ങനെയാണ്, അവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്നവരിൽ ഇന്ന അവഗുണമുണ്ട്, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവഗുണങ്ങളെ കാണുന്നതിൽ നിന്നും മുഖം തിരിക്കൂ. 2. ഒരിക്കലും പഠിപ്പിനോട് പിണങ്ങരുത്. മുരളിയിൽ നല്ല നല്ല പോയിന്റുകളുണ്ട്, അതിനെ ധാരണ ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോഴേ ഉയരുന്ന കല ഉണ്ടാകൂ. ഓം ശാന്തി. ഇപ്പോൾ ഇത് ജ്ഞാനത്തിന്റെ ക്ലാസും രാവിലത്തേത് യോഗത്തിന്റെ ക്ലാസുമാണ്. എങ്ങനെയുള്ള യോഗമാണ്? ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ വളരെയധികം ആളുകൾ ഹഠയോഗത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. മനുഷ്യർ പഠിപ്പിക്കുന്ന ഹഠയോഗത്തിൽ. ഇത് രാജയോഗമാണ്. പരമാത്മാവാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ രാജയോഗം പഠിപ്പിക്കാൻ ഇവിടെ രാജാവായി ആരും തന്നെയില്ല. ഈ ലക്ഷ്മി നാരായണന്മാർ ഭഗവാനും ഭഗവതിയുമായിരുന്നു. രാജയോഗം പഠിച്ചിരുന്നു. അതിനാലല്ലേ ഭാവിയിൽ ഭഗവാനും ഭഗവതിയുമായത്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗത്തിന്റെ പ്രാധാന്യം. ഇതിനെ പുരുഷോത്തമം എന്നാണ് പറയുന്നത്. പഴയ ലോകത്തിന്റെയും പുതിയ ലോകത്തിന്റെയും സംഗമം. പഴയത് മനുഷ്യരും പുതിയത് ദേവതകളും. ഈ സമയത്ത് മുഴുവൻ മനുഷ്യരും പഴയതാണ്. പുതിയ ലോകത്തിൽ പുതിയ ആത്മാക്കൾ അഥവാ ദേവതകളായിരിക്കും ഉണ്ടാവുക. അവിടെയുള്ളവരെ മനുഷ്യർ എന്ന് വിളിക്കില്ല. തീർച്ചയായും മനുഷ്യർ തന്നെയാണ്, പക്ഷെ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞവരാണ്. അതിനാലാണ് ദേവി ദേവത എന്ന് പറയുന്നത്. പവിത്രമായും ഇരിക്കുന്നു. അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, കാമം മഹാശത്രുവാണ്. ഇത് രാവണന്റെ ആദ്യത്തെ ഭൂതമാണ്. ആരെങ്കിലും വളരെയധികം ക്രോധിക്കുകയാണെങ്കിൽ പറയാറുണ്ട്, ഭാവ് ഭാവ് എന്ന് കുരയ്ക്കുന്നത് എന്തിനാണ് എന്ന്. ഈ 2 വികാരങ്ങൾ വളരെ വലിയ ശത്രുക്കളാണ്. ലോഭമോ മോഹമോ വന്നാൽ ഭാവ് ഭാവ് എന്ന് പറയില്ല. മനുഷ്യരുടെ ഉള്ളിൽ സയൻസിന്റെ അഹങ്കാരം കാരണത്താൽ എത്ര ക്രോധമാണ്. ഇതും വളരെ വിനാശകാരിയാണ്. കാമത്തിന്റെ ഭൂതം ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നതാണ്. പരസ്പരം കാമകഠാരി പ്രയോഗിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അച്ഛനിൽ നിന്ന് സമ്പത്തെടുക്കുന്നതിനുള്ള സത്യമായ വഴി നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞുകൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ പറഞ്ഞുകൊടുക്കാൻ സാധിക്കൂ. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ഇത്രയും വലിയ സമ്പത്ത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ആർക്കാണോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തത്, അവർ തീർച്ചയായും പഠിപ്പിൽ ശ്രദ്ധ നൽകുന്നുണ്ടാവില്ല. ബുദ്ധിയോഗം എവിടെയെങ്കിലും അലയുന്നുണ്ടാകും. യുദ്ധത്തിന്റെ മൈതാനമല്ലേ, സഹജമായ കാര്യമാണ് എന്ന് ആരും കരുതരുത്. മനസ്സിൽ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ വികൽപ്പങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ ഒരുപാട് വരും. ഇതിൽ വാടിപ്പോകരുത്. യോഗബലത്തിലൂടെയേ മായ ഓടുകയുള്ളൂ. ഇതിൽ ഒരുപാട് പരിശ്രമമുണ്ട്. ജോലി കാര്യങ്ങളിൽ എത്രമാത്രം ക്ഷീണിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ദേഹാഭിമാനമുണ്ട്.
ദേഹാഭിമാനം കാരണത്താൽ ഒരുപാട് സംസാരിക്കേണ്ടതായി വരുന്നു. അച്ഛൻ പറയുന്നു, ദേഹി അഭിമാനിയായി മാറൂ. ദേഹി അഭിമാനിയാവുകയാണെങ്കിൽ എന്താണോ ബാബ മനസ്സിലാക്കി തരുന്നത് അത് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. അച്ഛൻ തന്നെയാണ് പഠിപ്പ് നൽകുന്നത്. കുട്ടികളെ ബഹിർമുഖി ആകരുത്, അന്തർമുഖി ആകണം. അഥവാ എവിടെയെങ്കിലും ബാഹിർമുഖതയിലേക്ക് വരേണ്ടി വന്നാലും പിന്നീട് എത്ര സമയം ലഭിക്കുന്നുവോ അത്രയും സമയം പരിശ്രമിച്ച് അന്തർമുഖിയായിരിക്കണം. അപ്പോഴേ പാപം ഇല്ലാതാകൂ. ഇല്ലെങ്കിൽ പാപവും ഇല്ലാതാകില്ല, ഉയർന്ന പദവിയും ലഭിക്കില്ല. ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിലുണ്ട്. ഏറ്റവും കൂടുതൽ പാപം ബ്രാഹ്മണരിലാണ്. അതിലും നമ്പർ വൈസാണ്. ആരാണോ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അവർ തന്നെയാണ് ഏറ്റവും നീചനാകുന്നതും. ആരാണോ രാജകുമാരനായി മാറിയത് അവർ തന്നെ പിന്നീട് യാചകനായും മാറണം. ഡ്രാമയെ വളരെ നന്നായി മനസ്സിലാക്കണം. ആരാണോ ആദ്യം വന്നത് അവർ അവസാനവും വരും. ആദ്യം പാവനമായി മാറുന്നത് ആരാണോ അവർ തന്നെയാണ് ആദ്യം പതീതമായി മാറുന്നത്. അച്ഛൻ പറയുന്നു, ജ്ഞാനം വരുന്നത് ഇവരുടെ അനവധി ജന്മങ്ങളുടെ അന്ത്യത്തിൽ, അതും വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ഈ സമയം ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നവൻ എന്ന അച്ഛനെക്കുറിച്ച് പാട്ടുമുണ്ട്. അത് സംഭവിക്കുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെയും ഓർമ്മയിൽ വെക്കണം. മനുഷ്യർക്ക് കലിയുഗമാണെന്നത് ഓർമ്മയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മാത്രമാണ് സംഗമയുഗമാണെന്നത് ഓർമ്മയുള്ളത്. നിങ്ങളിലും നമ്പർ വൈസാണ്. വളരെ പേർക്ക് തന്റെ ജോലിയും കാര്യങ്ങളും മാത്രമാണ് ഓർമ്മ നിൽക്കുന്നത്. പുറമേന്ന് ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ ധാരണയും ഉണ്ടാകും. ഒരു പഴഞ്ചൊല്ലുണ്ട്, അന്തിമ സമയത്ത് ആരാണോ പത്നിയെ സ്മരിച്ചത്. ഇങ്ങനെയുള്ള നല്ല നല്ല ഗീതങ്ങൾക്കും സ്ലോഗൻസിനും നമ്മുടെ ജ്ഞാനവുമായി ബന്ധമുണ്ട്. അത് ശേഖരിക്കണം. അഴുക്ക ലോകത്തിൽ നിന്ന് പോവുക തന്നെ വേണം എന്നത് ഒരു ഗീതമാണ്. രണ്ടാമത്, നയനഹീനർക്ക് വഴി കാണിക്കൂ. ഇങ്ങനെയുള്ള ഗീതങ്ങൾ തന്റെ കയ്യിൽ വെക്കണം. മനുഷ്യർ തന്നെയാണ് ഈ ഗീതങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ സംഗമത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. ഈ സമയത്ത് എല്ലാവരും ജ്ഞാനത്തിന്റെ നയനങ്ങളില്ലാത്ത അന്ധരാണ്. എപ്പോഴാണോ പരമാത്മാവ് വരുന്നത് അപ്പോഴേ വഴി കാണിക്കാൻ കഴിയൂ. ഒരാൾക്ക് മാത്രമായി കാണിച്ചു കൊടുക്കില്ല. ഇതാണ് ഭഗവാന്റെ ശിവശക്തി സേന. ഈ ശക്തി സേന എന്താണ് ചെയ്യുന്നത്? ശ്രീമതത്തിലൂടെ പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നു. ഭഗവാനല്ലാതെ മറ്റാരെക്കൊണ്ടും പഠിപ്പിച്ചു തരാൻ കഴിയാത്ത രാജയോഗമാണ് നിങ്ങളും പഠിക്കുന്നത്. ഭഗവാൻ നിരാകാരനാണ്. അവർക്ക് സ്വന്തമായി ശരീരമില്ല. ബാക്കി ആരെല്ലാമുണ്ടോ അവർ എല്ലാവരും ദേഹധാരികളാണ്. ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ബാബ മാത്രമാണ്. അവരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നിങ്ങളിലും നമ്പർ വൈസാണ്. അതിനാൽ നിങ്ങൾ വേണം മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ. വലിയ വലിയ പത്രങ്ങളിൽ അച്ചടിക്കണം. മനുഷ്യൻ പഠിപ്പിക്കുന്ന യോഗം ഹഠയോഗമാണ്. രാജയോഗം പഠിപ്പിക്കുന്നത് ഒരേ ഒരു പരമപിത പരമാത്മാവ് മാത്രമാണ്. ഇതിലൂടെയാണ് മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നത്. ഹഠയോഗത്തിലൂടെ രണ്ടും ലഭിക്കില്ല. ഹഠയോഗമാണ് പാരമ്പര്യമായി നടന്നു വരുന്നത്. അത് പഴയതാണ്. ഈ രാജയോഗം കേവലം സംഗമത്തിൽ മാത്രമാണ്
അച്ഛൻ പഠിപ്പിച്ചു തരുന്നത്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പ്രഭാഷണം ചെയ്യുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ കണ്ടെത്തണം. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ശ്രീമതത്തിലൂടെ നടക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യം പ്രഭാഷണം എഴുതൂ, പിന്നീടത് പക്ക ആക്കൂ. എങ്കിൽ ഓർമ്മ നിൽക്കും. നിങ്ങൾ പ്രഭാഷണം ചെയ്യുമ്പോൾ നോക്കാതെ പറയണം. നിങ്ങൾ വായിച്ച് കേൾപ്പിക്കേണ്ടതില്ല. ആരാണോ ആത്മാവെന്ന് മനസ്സിലാക്കി പിന്നീട് സംസാരിക്കുന്നത്, അവരിലാണ് വിചാരസാഗര മന്ഥനം ചെയ്ത് പ്രഭാഷണം ചെയ്യുന്നതിനുള്ള ശക്തി ഉണ്ടാവുക. നമ്മൾ സഹോദരങ്ങളെ കേൾപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ശക്തിയുണ്ടാകും. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമല്ലേ? വളരെയധികം പ്രയത്നം ചെയ്യണം. ഇത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ എത്രത്തോളം ശക്തിശാലിയാകുന്നുവോ അതിനനുസരിച്ച് മായ യുദ്ധം ചെയ്യും. അംഗദൻ അല്ലെങ്കിൽ മഹാവീരൻ ശക്തിശാലിയായിരുന്നു. അതിനാലാണ് പറഞ്ഞത്, രാവണൻ പോലും എന്നെ ഇളക്കാൻ ശ്രമിച്ചു. ഇത് സ്ഥൂലമായ കാര്യമല്ല. ശാസ്ത്രത്തിലുള്ളതെല്ലാം കെട്ടുകഥകളാണ്. പരമാത്മാ പിതാവിൽ നിന്നും സുവർണ ജ്ഞാനം കേട്ടിരുന്ന ഈ കാതുകളാൽ കെട്ടുകഥകൾ കേട്ട് അത് തീർത്തും കല്ലായി മാറി. ഭക്തിമാർഗത്തിൽ തല കുനിക്കുകയും ചെയ്തു, പൈസയും നഷ്ടപ്പെടുത്തി. ഏണിപ്പടി താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. 84 ജന്മങ്ങളുടെ കഥയും ഉണ്ടല്ലോ. ആരെല്ലാം ഭക്തി ചെയ്തോ അവരെല്ലാം താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇപ്പോൾ അച്ഛൻ മുകളിലേക്ക് കയറാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉയരുന്ന കലയാണ്. അഥവാ ബുദ്ധിയോഗം ബാബയുമായി വയ്ക്കുന്നില്ലെങ്കിൽ തീർച്ചയായും താഴേക്ക് വീഴുക തന്നെ ചെയ്യും. അച്ഛനെ ഓർമ്മിക്കുമ്പോൾ മുകളിലേക്ക് കയറുന്നു. വളരെയധികം പരിശ്രമമുണ്ട്. പക്ഷെ കുട്ടികൾ തെറ്റ് ചെയ്യുന്നു. ജോലിക്കിടയിൽ അച്ഛനെയും ജ്ഞാനത്തെയും മറന്നുപോകുന്നു. മായ കൊടുങ്കാറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നയാൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുന്നു, ഈ ബ്രാഹ്മണി ഇങ്ങനെയാണ്, ഇവരിൽ ഇന്ന അവഗുണമുണ്ട് എന്ന്. അല്ല, ഇതിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണാകുന്നത്? ആരും സർവഗുണ സമ്പന്നരായി മാറിയിട്ടില്ല. ആരുടെയും അവഗുണത്തെ കാണരുത്. പകരം ഗുണത്തെ ഗ്രഹിക്കണം. അഥവാ അവഗുണത്തെ കാണുകയാണെങ്കിൽ മുഖം തിരിക്കൂ. മുരളി ലഭിക്കുന്നുണ്ട്, അത് കേട്ട് ധാരണ ചെയ്തുകൊണ്ടേ പോകൂ. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം, ബാബ പറയുന്ന കാര്യം തീർത്തും ശരിയാണ്. ഏത് കാര്യം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ അതിനെ ഉപേക്ഷിക്കണം. പഠിപ്പിനോട് ഒരിക്കലും പിണങ്ങരുത്. ബ്രാഹ്മണിയോടോ പഠിപ്പിനോടോ പിണങ്ങുക അർത്ഥം അച്ഛനോട് പിണങ്ങുക എന്നതാണ്. ഇങ്ങനെയും അനേകം കുട്ടികളുണ്ട്. അവർ പിന്നീട് സെന്ററിലേക്ക് വരില്ല. ആര് എങ്ങനെയുമാവട്ടെ, നിങ്ങൾക്ക് മുരളിയാണ് കാര്യം. മുരളിയിൽ എന്താണോ കേൾപ്പിച്ചത് അതിലെ നല്ല നല്ല പോയിന്റുകൾ ധാരണ ചെയ്യണം. ആരോടും സംസാരിക്കുന്നതിന് താല്പര്യമില്ലെങ്കിൽ ശാന്തമായിരുന്ന് മുരളി കേട്ടതിന് ശേഷം പോകണം. ഞാൻ ഇവിടേക്ക് വരികയേയില്ല എന്ന് പറഞ്ഞ് പിണങ്ങരുത്. നമ്പർ വൈസല്ലേ എല്ലാവരും. അതിരാവിലെ നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇതും വളരെ നല്ലതാണ്. ബാബ വന്ന് സെർച്ച് ലൈറ്റ് നൽകുകയാണ്. ബാബയും അനുഭവം കേൾപ്പിക്കുകയാണ്. ഇരിക്കുമ്പോൾ വിശേഷപ്പെട്ട കുട്ടികളെയാണ് ആദ്യം ഓർമ്മയിൽ വരുന്നത്. വിദേശത്തായിക്കോട്ടെ, കൽക്കത്തയിലായിക്കൊള്ളട്ടെ, ആദ്യം വിശേഷപ്പെട്ട കുട്ടികളെയാണ് ഓർമ്മിച്ച് സെർച്ച് ലൈറ്റ് നൽകുന്നത്. ഇവിടെയും കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ബാബ ഓർമ്മിക്കുന്നത് സേവനം ചെയ്യുന്ന കുട്ടികളെയാണ്. എങ്ങനെയാണോ നല്ല കുട്ടികൾ ശരീരം വിട്ടു പോവുകയാണെങ്കിൽ അവരുടെ ആത്മാവിനെ ഓർമ്മിക്കുന്നത് വളരെയധികം സേവനം ചെയ്തിട്ടാണ് പോയത് എന്ന്. എങ്കിൽ തീർച്ചയായും ഇവിടെ സമീപത്തുള്ള ഏതെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാകും.
അതിനാൽ ബാബ അവരെയും ഓർമ്മിച്ച് സെർച്ച് ലൈറ്റ് നൽകുന്നു. എല്ലാവരും ബാബയുടെ കുട്ടികൾ തന്നെയല്ലേ? പക്ഷെ ആരാര് നല്ല രീതിയിൽ സേവനം ചെയ്യുന്നു എന്നത് എല്ലാവർക്കും അറിയാം. ശിവബാബ ഇവിടേക്ക് സെർച്ച് ലൈറ്റ് നൽകൂ എന്ന് പറയുമ്പോൾ നൽകുന്നു. 2 എഞ്ചിനല്ലേ? ബ്രഹ്മാവും ഇത്രയും വലിയ പദവി പ്രാപ്തമാക്കുന്നുവെങ്കിൽ തീർച്ചയായും ശക്തിയുണ്ടാകും. ബാബ എപ്പോഴും മനസ്സിലാക്കി തരുന്നുണ്ട്, ശിവബാബയാണ് പഠിപ്പിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും വേണം. ശിവബാബയെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ഇവിടെ 2 ആത്മാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി ആരിലും 2 ആത്മാക്കളില്ല. അതിനാൽ ഈ 2 ആത്മാക്കളുടെ സന്മുഖത്ത് വരുമ്പോൾ നല്ല രീതിയിൽ റിഫ്രഷ് ആകുന്നു. അതിരാവിലെയുള്ള സമയവും വളരെ നല്ലതാണ്. സ്നാനം ചെയ്ത ശേഷം മട്ടുപ്പാവിൽ ഏകാന്തമായി ഇരിക്കണം. ബാബ ഇതിനു വേണ്ടിയാണ് വലിയ വലിയ മട്ടുപ്പാവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പള്ളിയിലെ അച്ഛന്മാരും പരിപൂർണ സൈലൻസിലേക്ക് പോകുന്നു. തീർച്ചയായും ക്രിസ്തുവിനെ ഓർമ്മിക്കുകയായിരിക്കും. ഈശ്വരനെ അറിയില്ലല്ലോ. അഥവാ ഈശ്വരനെ ഓർമ്മിക്കുകയാണെങ്കിൽ ശിവലിംഗമായിരിക്കും ബുദ്ധിയിൽ വരുന്നുണ്ടാകുക. തന്റെ ലഹരിയിൽ മുഴുകും. എന്നാൽ അവരിൽ നിന്നും ഗുണമെടുക്കണം. ദത്താത്രേയനെ കുറിച്ചും പറയാറുണ്ട്, അവരെല്ലാവരിൽ നിന്നും ഗുണമെടുക്കുമായിരുന്നു. നിങ്ങൾ കുട്ടികളും നമ്പർ വൈസായി ദത്താത്രേയന്മാരാണ്. ഇവിടെ വളരെയധികം ഏകാന്തതയുണ്ട്. എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. പുറത്താണെങ്കിൽ ജോലിയും കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. 4 മണി സമയവും വളരെ നല്ലതാണ്. പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കൂ. ഇവിടെ കാവലുണ്ട്. യജ്ഞത്തിൽ കാവൽക്കാരെ വയ്ക്കേണ്ടി വരുന്നു. യജ്ഞത്തിലെ ഓരോ വസ്തുവിനെയും വളരെയധികം സംരക്ഷിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ യജ്ഞത്തിലെ ഓരോ വസ്തുവും വളരെ വിലപ്പെട്ടതാണ്. അതിനാൽ സുരക്ഷയാണ് പ്രധാനം. ഇവിടേക്ക് അങ്ങനെയുള്ള ആരും വരികയില്ല. ഇവിടെ ആഭരണങ്ങൾ മുതലായവയൊന്നും ഉണ്ടാകില്ല എന്നതറിയാം. ഇത് ക്ഷേത്രവുമല്ല. ഇന്ന് കാലത്ത് എല്ലായിടത്തും കളവ് നടക്കുന്നുണ്ട്. വിദേശങ്ങളിലും പഴയ വസ്തുക്കൾ കട്ടുകൊണ്ടു പോകാറുണ്ട്. ലോകം വളരെ അഴുക്ക് നിറഞ്ഞതാണ്. കാമം മഹാശത്രുവാണ്. അത് എല്ലാത്തിനെയും മറപ്പിക്കുന്നു. നിങ്ങളുടെ രാവിലത്തെ ക്ലാസ് വളരെ ആരോഗ്യവാനായി മാറുന്നതിനുള്ളതാണ്. ശേഷമുള്ള ഈ ക്ലാസ് സദാ ധനവാനായി മാറുന്നതിനുള്ളതാണ്. അച്ഛനെ ഓർമ്മിക്കുകയും വേണം. ഒപ്പം വിചാരസാഗര മന്ഥനവും ചെയ്യണം. അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ സമ്പത്തും ഓർമ്മ വരും. ഈ യുക്തി വളരെ സഹജമാണ്. അച്ഛൻ ബീജരൂപമാണ്. വൃക്ഷത്തിന്റെ ആദി മധ്യ അന്ത്യത്തെ അറിയാം. നിങ്ങളുടെ ജോലിയും ഇതുതന്നെയാണ്. ബീജത്തെ ഓർമ്മിക്കുന്നതിലൂടെ പവിത്രമായി മാറും. ചക്രത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ ചക്രവർത്തി രാജാവായി മാറും. അർത്ഥം ധനം ലഭിക്കും. വിക്രമ രാജാവും വിക്രമാജിത്ത് രാജാവും 2 സംവത്സരങ്ങളെയും കലർത്തിയിരിക്കുന്നു. രാവണൻ വന്നതും വിക്രമ സംവത്സരം ആരംഭിച്ചു. തീയതി മാറിപ്പോയി. വിക്രമാജിത്ത് സംവത്സരം നടക്കുന്നത് 1 മുതൽ 2500 വർഷങ്ങൾ വരെയും പിന്നീട് 2500 മുതൽ 5000 വരെ വിക്രമ സംവത്സരവുമാണ്. ഹിന്ദുക്കൾക്ക് തന്റെ ധർമ്മത്തെ പോലും അറിയില്ല. ഈ ഒരു ധർമ്മം മാത്രമാണ് തന്റെ സത്യമായ ധർമ്മത്തെ മറന്ന് അധർമ്മികളായി മാറുന്നത്. ധർമ്മസ്ഥാപകനെയും മറന്നുപോയി. ആര്യ സമാജം എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ആര്യന്മാർ, അതായത് സംസ്കാര സമ്പന്നർ, സത്യയുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അനാര്യന്മാരാണ്.
ഇപ്പോൾ ബാബ വന്ന് നിങ്ങളെ സംസ്കാര സമ്പന്നരാക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. ആരാണോ നല്ല പുരുഷാർത്ഥികൾ അവർക്ക് സ്വയവും അറിയാം, മറ്റുള്ളവരെ കൊണ്ടും പുരുഷാർത്ഥം ചെയ്യിക്കും. അച്ഛൻ ഏഴകളുടെ തോഴനാണ്. ഗ്രാമങ്ങളിലുള്ളവർക്ക് സന്ദേശം നൽകണം. 6 ചിത്രങ്ങൾ മതിയാകും. 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെ ചിത്രം വളരെ നല്ലതാണ്. അതുപയോഗിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കൂ. പക്ഷെ മായ ഇത്രയും ശക്തിശാലിയാണ്, എല്ലാം മറവിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ 2 ലൈറ്റുകളും ഒരുമിച്ചാണ്. ഒന്ന് ശിവബാബയുടേത്, മറ്റൊന്ന് ബ്രഹ്മാവിന്റേത്. രണ്ടും ശക്തിശാലിയാണ്. പക്ഷെ ബ്രഹ്മാവ് പറയുന്നു, നിങ്ങൾ ഒരേ ഒരു സമർത്ഥനായ ലൈറ്റിനെ തന്നെ പിടികൂടൂ. കുട്ടികളെല്ലാവരും ഓടിവരുന്നു. ഇവിടെ ഡബിൾ ലൈറ്റ് ഉണ്ട് എന്ന് കരുതുന്നു. അച്ഛൻ സന്മുഖത്ത് കേൾപ്പിക്കുകയാണ്, അങ്ങിൽ നിന്ന് മാത്രമേ കേൾക്കൂ, അങ്ങയോട് മാത്രമേ സംസാരിക്കൂ എന്ന പാട്ടുമുണ്ട്. പക്ഷെ ഇവിടെ തന്നെ ഇരിക്കണം എന്നില്ല. 8 ദിവസം ധാരാളമാണ്. അഥവാ എല്ലാവരെയും ഇരുത്തിയാൽ കൂടുതൽ പേരാകും. ഡ്രാമ അനുസരിച്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ സന്തോഷം വളരെയധികം ഉണ്ടായിരിക്കണം. ആരാണോ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നത് അവർക്കാണ് ഈ സന്തോഷമുണ്ടാവുക. പ്രജകളെ ഉണ്ടാക്കുമ്പോഴല്ലേ രാജാവാകാൻ സാധിക്കൂ. പാസ്പോർട്ടും ആവശ്യമാണ്. ബാബയോട് ആരെങ്കിലും ചോദിച്ചാൽ ബാബ ഉടൻ തന്നെ പറയും, സ്വയത്തെ നോക്കൂ, എന്റെ ഉള്ളിൽ എന്തെങ്കിലും അവഗുണമുണ്ടോ? സ്തുതി, നിന്ദ എല്ലാം സഹിക്കേണ്ടതായി വരും. യജ്ഞത്തിൽ നിന്ന് എന്ത് ലഭിച്ചോ അതിൽ സന്തുഷ്ടരാകണം. യജ്ഞത്തിലെ ഭോജനത്തോട് വളരെയധികം സ്നേഹമുണ്ടാകണം. സന്യാസിമാർ ഭക്ഷണം കഴിച്ച തട്ട് കഴുകി ആ വെള്ളം കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഭക്ഷണത്തിന്റെ മഹത്വം അറിയാം. ധാന്യം ഒട്ടും ലഭിക്കാത്ത സമയം ഇനി വരാനിരിക്കുന്നു. അതിനാൽ എല്ലാം സഹിക്കേണ്ടതായി വരും. എന്നാലേ പാസ്സാകാൻ സാധിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരിലെങ്കിലും എന്തെങ്കിലും അവഗുണം കാണപ്പെടുകയാണെങ്കിൽ തന്റെ മുഖത്തെ അതിൽ നിന്ന് തിരിക്കണം. പഠിപ്പിനോട് ഒരിക്കലും പിണങ്ങരുത്. ദത്താത്രേയന് സമാനം എല്ലാവരിൽ നിന്നും ഗുണം സ്വീകരിക്കണം. 2. പുറത്തുനിന്ന് ബുദ്ധിയെ വിടുവിച്ച് അന്തർമുഖിയായി ഇരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ദേഹി അഭിമാനി ആയിരിക്കണം. കൂടുതൽ സംസാരത്തിലേക്ക് വരരുത്. വരദാനം: ഈശ്വരീയ സേവനങ്ങളുടെ ബന്ധനത്തിലൂടെ സമീപ സംബന്ധത്തിലേക്ക് വരുന്ന രാജകീയ പരിവാരത്തിന്റെ അധികാരിയായി ഭവിക്കട്ടെ. ഈശ്വരീയ സേവനത്തിന്റെ ബന്ധനം സമീപ സംബന്ധങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആര് എത്ര സേവനം ചെയ്യുന്നുവോ അത്രയും സേവനത്തിന്റെ ഫലം സമീപ സംബന്ധത്തിലേക്ക് വരുന്നു. ഇവിടുത്തെ സേവാധാരി അവിടുത്തെ രാജകീയ പരിവാരത്തിലെ അധികാരിയായി മാറും. ഇവിടെ എത്ര ഹാൻഡ് വർക്ക് ചെയ്യുന്നുവോ അത്രയും അവിടെ വിശ്രമത്തോടെ സിംഹാസനത്തിൽ ഇരിക്കും. ആരിവിടെ വിശ്രമിക്കുന്നുവോ അവർ അവിടെ ജോലി ചെയ്യും. ഓരോ നിമിഷത്തിന്റെയും ഓരോ ജോലിയുടെയും കണക്ക് പുസ്തകം ബാബയുടെ അടുത്ത് ഉണ്ട്. സ്ലോഗൻ: സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ വൈബ്രേഷൻ തീവ്രഗതിയിൽ വ്യാപിപ്പിക്കൂ. ഓം ശാന്തി.